ഓം ശാന്തി. ഞാൻ എൻ്റെ ശ്രേഷ്ഠ സമാനത്തിലിരിക്കുകയാണ്. ഞാൻ മറുജീവ ജന്മധാരി ബ്രാഹ്മണ ആത്മാവാണ്. ഏകാഗ്രതയോടെ ഞാൻ എൻ്റെ നിരാകാരി സ്വരൂപത്തെ കാണുന്നു. ഈ ശരീരത്തിൽ വിരാജമാനായി മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ഞാൻ ഒരു ദിവ്യ ജ്യോതിബിന്ദു ആത്മാവാണ്. എൻ്റെ ഈ പ്രകാശമയ ദിവ്യ സ്വരൂപത്തെ ഞാൻ കുറച്ചു സമയം അനുഭൂതി ചെയ്യുകയാണ്. ഞാൻ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് പരമ ആത്മാ ബാബയെ ഹൃദയത്തിൽ നിന്നും ഓർമ്മിക്കുകയാണ്. ബാബയുടെ തേജസ്വി കിരണങ്ങൾ എനിക്കു ചുറ്റും ശക്തിശാലി ഓറ ഉണ്ടാക്കുന്നു. ഞാൻ ആത്മാ തേജസ്വി പ്രഭാമണ്ഡലത്തിലാണ്. ഈ സ്ഥൂല ദേഹത്തിനു പകരം ഞാൻ പ്രകാശമയ ശരീരം ധാരണ ചെയ്തിരിക്കുന്നു. ജ്ഞാനസൂര്യ ബാബയുടെ കിരണങ്ങൾ ഇപ്പോൾ ജ്വാലാസ്വരൂപം ധാരണ ചെയ്തിരിക്കുകയാണ്. ഞാൻ ജ്ഞാനചിതയിലിരിക്കുന്ന അനുഭവം ചെയ്യുന്നു. എൻ്റെ എല്ലാ പഴയ സംസ്കാരങ്ങളുടെയും അഗ്നി സംസ്കാരം നടക്കുകയാണ്. മുഴുവൻ പഴയ സംസ്കാരങ്ങളും കത്തിഭസ്മമാകുന്നു. യോഗജ്വാലയിൽ മുഴുവൻ പഴയ സംസ്കാരങ്ങളും സമാപ്തമാകുകയാണ്. ഞാനിപ്പോൾ ഈശ്വരീയ സംസ്കാരങ്ങളുടെ ദിവ്യചോല ധരിച്ചിരിക്കുകയാണ്. പഴയ ജന്മത്തിൻ്റെ സർവ പഴയ കാര്യങ്ങളും സമാപ്തമായിരിക്കുന്നു. ഈശ്വരീയ മടിത്തട്ടിൽ ഞാൻ ആത്മാവിന് പുതിയ ജന്മമുണ്ടായിരിക്കുന്നു. ഇതെന്റെ വണ്ടർഫുൾ മറുജീവ ജന്മമാണ്. ഞാൻ ആത്മാ, ആ
ആത്മീയ ബാബയുടേതായി കഴിഞ്ഞു. ഇപ്പോൾ ബാബ എൻ്റെ ലോകമാണ്. ഞാൻ മറുജീവ ജന്മധാരിയാണ്. ഇപ്പോൾ ബാബയാണ് എൻ്റെ സംസാരം, എൻ്റെ ലോകം. ഈ ജന്മം അമൂല്യ അന്തിമ ജന്മമാണ്. ഉയർന്നതിലും ഉയർന്നതാണ്. ഈ അന്തിമ ജന്മത്തിൽ ഞാൻ ആത്മാ പ്രിയ ബാബയുടെ കൂടെയാണ്. ഞാൻ ഈ ശരീരത്തിൽ നിന്നും ജീവിച്ചിരിക്കെ മരിക്കുന്നതിനു വേണ്ടി അഭ്യാസം ചെയ്യുന്നു. ഞാൻ ദേഹധാരികളോടുള്ള മമത്വം ഒഴിവാക്കുന്നു. സദാ ഭായി ഭായി എന്ന സ്മൃതി ഉണ്ടാക്കുന്നു. ഇതാണ് ഏറ്റവും ഉയർന്ന ലക്ഷ്യം. ഞാൻ നിരന്തരം ദേഹി അഭിമാനിയായി ഈ ലക്ഷ്യത്തിലെത്തുന്നു. ഉയർന്ന ലക്ഷ്യത്തിലെത്തിച്ചേരുന്നവർ ശരീരത്തെ സ്നേഹിക്കില്ല. ബാബ എന്നെ ബാബ് സമാനമാക്കാൻ, ജീവിച്ചിരിക്കെ തന്നെ മരിക്കാൻ പഠിപ്പിച്ചു തരികയാണ്. ഞാൻ ജീവനോടെ തന്നെ ഈ ശരീരത്തിലിരിക്കുന്നു, പക്ഷേ വേറിട്ടിരിക്കുന്നു. അർത്ഥം മരിച്ചിരിക്കുന്നു. ബാബ അശരീരിയാണ്. ഞാൻ ജീവിച്ചിരിക്കെ അശരീരിയാണെന്ന് മനസ്സിലാക്കുന്നു. ഈ പഴയ ശരീരത്തോടുള്ള മമത്വം ഉപേക്ഷിക്കുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി നടക്കുന്നതിലൂടെ ഏതൊരു ദേഹധാരിയോടും മമത്വമുണ്ടാകുന്നില്ല. കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഞാൻ ഈ ശരീരത്തിലില്ല എന്നതുപോലെ തോന്നണം. ഈ അവസ്ഥയെ ഉറപ്പാക്കുകയാണെങ്കിൽ 8 രത്നങ്ങളുടെ മാലയിൽ വരും. ഞാൻ 84 ജന്മങ്ങൾ പൂർത്തിയാക്കി. ഇപ്പോൾ ശരീരത്തിന്റെ ബോധത്തെ ഒഴിവാക്കുന്നു. ബാബ സദാ ഗുപ്തമാണ്, പവിത്രമാണ്.
ബാബ സദാ ഗുപ്തമാണ്, പവിത്രമാണ്. ശക്തി മുഴുവനും ബാബയുടേതാണ്. ഞാൻ ബാബയുടെ നിർദ്ദേശമനുസരിച്ച് ജീവിച്ചിരിക്കെ മരിക്കുന്നു. ഞാൻ ഒരിക്കലും ആരുടെയും നാമരൂപത്തിൽ കുടുങ്ങാത്ത പുരുഷാർത്ഥം ചെയ്യുന്നു. പിന്നെ വിദേഹിയായ ഒരു ബാബയെ സ്നേഹിക്കുന്നു. ബാബയെ മാത്രം ഓർമ്മിക്കുന്നതിലൂടെ പാപം ഭസ്മമാകുന്നു. ഞാൻ ബാബയുടെ നിർദ്ദേശമനുസരിച്ച് നടക്കുന്നു. നമുക്ക് ഒരു ബാബയല്ലാതെ മറ്റാരുമില്ല. ഞാൻ ബാബയിൽ തന്നെ അർപ്പണമാകുന്നു. എനിക്ക് വിദേഹിയിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കേണ്ടത്. അതുകൊണ്ട് മറ്റ് സർവ കാര്യങ്ങളും ഉപേക്ഷിച്ച് കേവലം ഒന്നുമായി ബുദ്ധിയോഗം വെക്കുന്നു. ബാബ എന്നെ ധാരണ ചെയ്യിപ്പിക്കുകയാണ്. ബാബയുടെ ഡയറക്ഷനാണ്. ശരീരത്തിന്റെ ബോധത്തെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും ഈ അഭ്യാസം ചെയ്യണം. ഈ ശരീരത്തിൽ നിന്നും മരിച്ചിരിക്കുകയാണ്, വേറിട്ടിരിക്കുകയാണ്. ശരീരമില്ലാത്ത ആത്മാവിനെ ഞാൻ നോക്കുന്നു. ഒരിക്കലും ഒരാളുടെ ശരീരത്തോടും ഇഷ്ടം തോന്നരുത്. ഒരേ ഒരു വിദേഹിയായ ബാബയെ തന്നെയാണ് സ്നേഹിക്കേണ്ടത്. ഒന്നിനോട് മാത്രം ബുദ്ധിയോഗം വെക്കണം. ഞാൻ ബാബയുടെ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. സേവനത്തിന്റെയും പുരുഷാർത്ഥത്തിന്റെയും ബാലൻസിലൂടെ ബ്ലെസ്സിംഗ് പ്രാപ്തമാക്കുന്ന കർമ്മയോഗിയായി ഭവിക്കട്ടെ. കർമ്മയോഗി എന്നാൽ കർമ്മത്തിന്റെ സമയത്തും യോഗത്തിന്റെ ബാലൻസ് ഉള്ളവർ. ബാബ ചെയ്യിപ്പിക്കുന്നവനാണ്, ഞാൻ ആത്മാവ് ചെയ്യുന്നവനാണ്. ഇതെന്റെ ബുദ്ധിയിൽ സദാ ഓർമ്മയുണ്ട്. ഇത് ബാലൻസ് വെക്കുന്നത് സഹജമാക്കുന്നു. സർവരുടെയും ആശീർവാദവും ലഭിക്കുന്നു. ദൃഷ്ടിയിലൂടെ സായുജ്യം ചെയ്യിപ്പിക്കുന്ന സേവനം ചെയ്യണമെങ്കിൽ ബാബ് ദാദയെ തൻ്റെ നയനങ്ങളിൽ ഒതുക്കണം. ഓം ശാന്തി.